ഹലോ, എല്ലാവർക്കും ലിച്ചൂസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സിമ്പിൾ ആൻഡ് ഈസി നൂഡിൽസാണ്. അധികം ചേരുവകളൊന്നും ഇല്ലാത്തൊരു നൂഡിൽസ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിന് നമുക്ക് ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇപ്പി നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പി നൂഡിൽസിൻ്റെ കൂടെ ഒരു മസാല കിട്ടുമല്ലോ, ആ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 നൂഡിൽസാണ് എടുക്കണം. അപ്പോൾ അതിൽ 3 പാക്കറ്റ് നമ്മളതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നൂഡിൽസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് സ്പൂണ് വെച്ചിട്ട് ആ വെള്ളത്തിനോടൊപ്പം അങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം, നൂഡിൽസിലേക്ക് വെള്ളം ആവുന്ന തരത്തിൽ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് വേവിക്കാൻ വേണ്ടി വെക്കാം. അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഏകദേശം നൂഡിൽസ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ആ ഫോർക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നൂഡിൽസിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. നമ്മുടെ നൂഡിൽസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കൊരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 3 മുട്ടയിൽ ഉപ്പ് ചേർത്ത് അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആ ചീനച്ചട്ടി തന്നെ അടുപ്പത്ത് വയ്ക്കാം. ഇനി നമുക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 സവാള, ചെറിയ 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് തക്കാളി, ഒരു 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം. ക്യാബേജ്, ക്യാരറ്റ്, ബീൻസൊക്കെ ചേർക്കാം. എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. നന്നായിട്ട് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തക്കാളി അത്യാവശ്യം വെന്ത് വന്നു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇപ്പി നൂഡിൽസിലെ മസാല ഉണ്ടല്ലോ, ആ ഒരു പാക്കറ്റ് മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ട കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മുട്ടയും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ താരത്തെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാലകൾ എത്തുന്ന തരത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ചേരുവകളൊന്നുമില്ലാത്ത നല്ല സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു നൂഡിൽസാണിത്. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. നമ്മൾ സോസുകളും കാര്യങ്ങളും ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ എന്തായാലും വീട്ടിലെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി നൂഡിൽസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ.